പാസഞ്ചർ യുഗത്തിന് തുടക്കം കുറിച്ച വാപ്പ്. 1. ലോക്കോമോട്ടീവ്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് വാപ്പ് 1 ശ്രേണിയിലുള്ള ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ. 1980കളിൽ രാജ്യത്തെ തീവണ്ടി ഗതാഗതത്തിന്റെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിൽ ഈ ലോക്കോമോട്ടീവുകൾ നിർണായക പങ്കുവഹിച്ചു. 1980ൽ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് CLW വികസിപ്പിച്ചെടുത്ത വാപ്പ് 1 ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് പാസഞ്ചർ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എന്ന ബഹുമതിക്കുടമയാണ്. വാപ്പ് 1 എന്ന പേര് നൽകുന്ന സൂചന അതിന്റെ ധർമ്മത്തെ വ്യക്തമാക്കുന്നു. ഇവിടെ W എന്നത് ബ്രോഡ് ഗേജ്, A എന്നത് AC കറന്റ്, P എന്നത് പാസഞ്ചർ ട്രാഫിക്, 1 എന്നത് ഒന്നാം തലമുറ ഫസ്റ്റ് ജനറേഷൻ ലോക്കോമോട്ടീവ് എന്നിവയാണ് കുറിക്കുന്നത്. 1981ൽ സർവീസ് ആരംഭിച്ച ഈ എഞ്ചിനുകൾ അതുവരെ പാസഞ്ചർ ചരക്കുഗതാഗതത്തിനായി ഒരുപോലെ ഉപയോഗിച്ചിരുന്ന വാം 4 പോലുള്ള മിക്സഡ് ക്ലാസ് ലോക്കോകളുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തത്. 25 കിലോവോൾട്ട് 50 ഹെർട്സ് AC ഓവർഹെഡ് ഇലക്ട്രിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വാപ്പ് 1-ന് 3800 കുതിരശക്തി, 2834 കിലോവാട്ട് തുടർച്ചയായ പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു. ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 130 കിലോമീറ്റർ, മണിക്കൂറിൽ 81 മൈലായിരുന്നു. ഫ്ലെക്സിക്കോയിൽ ബോഗികൾ ഉപയോഗിച്ചുള്ള ഇതിന്റെ രൂപകൽപ്പന വേഗതയേറിയ പാസഞ്ചർ ഗതാഗതത്തിന് കൂടുതൽ അനുയോജ്യമായിരുന്നു. ആകെ 65 യൂണിറ്റുകളാണ് 1980നും 1996നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടത്. ഹൗറ ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് പോലുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ട്രെയിനുകൾ സർവീസ് ചെയ്യാൻ ആദ്യമായി ഉപയോഗിച്ചത് വാപ്പ് 1 ആയിരുന്നു. പാസഞ്ചർ ലോക്കോമോട്ടീവുകളുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ബ്ലൂ പ്രിന്റായി ഇത് മാറി. വാപ്പ് 1ന്റെ വിജയകരമായ രൂപകൽപ്പനയാണ് കൂടുതൽ കരുത്തും വേഗതയുമുള്ള വാപ്പ് 4 ലോക്കോമോട്ടീവ് ശ്രേണിയുടെ വികാസത്തിന് വഴി തുറന്നത്. വാപ്പ് 1 ശ്രേണിയിൽ ചില പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. ഉയർന്ന വേഗത ലക്ഷ്യമിട്ട് വാപ്പ് 1 യൂണിറ്റുകളെ പരിഷ്കരിച്ചാണ് വാപ്പ് 3 എന്ന വകഭേദം അവതരിപ്പിച്ചത്. എന്നാൽ കാര്യക്ഷമത കുറവായതിനാൽ ഈ യൂണിറ്റുകളെ വീണ്ടും വാപ്പ് 1 തന്നെ മാറ്റി. പല വാപ്പ് 1 യൂണിറ്റുകളും പിന്നീട് കൂടുതൽ ശക്തമായ വാപ്പ് 4കളായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്നത്തെ അവസ്ഥ. ഇന്ന് അതിശക്തമായ 3 ഫേസ് ടെക്നോളജി ഉപയോഗിക്കുന്ന വാപ്പ് 5, വാപ്പ് 7 പോലുള്ള ആധുനിക ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖമുദ്രയായി മാറിയതോടെ വാപ്പ് 1 ശ്രേണി അതിന്റെ സർവീസ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അവശേഷിക്കുന്ന പല വാപ്പ് 1 ലോക്കോമോട്ടീവുകളും പ്രധാനപ്പെട്ട ദീർഘദൂര എക്സ്പ്രസുകളിൽ നിന്ന് മാറി ചെറിയ എക്സ്പ്രസ്, പാസഞ്ചർ ട്രെയിനുകൾ വലിക്കാനായി ഉപയോഗിച്ചുവരുന്നു. എങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ ഗതാഗതത്തിന് ആധുനിക രൂപവും വേഗതയും നൽകിയ ഈ പഴയ താരം ചരിത്രത്തിലെന്നും ഓർമ്മിക്കപ്പെടും. അതിന്റെ പൈതൃകം നിലനിർത്തുന്നതിനായി ഒരു വാപ്പ് 1 ലോക്കോമോട്ടീവ് നമ്പർ 20/2004 ആർക്കോണം ഷെഡിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക് പാസഞ്ചർ ലോക്കോമോട്ടീവ് ശ്രേണിയുടെ തുടക്കം കുറിച്ചത് വാപ്പ് 1 ആണെന്നതിൽ സംശയമില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽപാതകൾ പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ വാപ്പ് 1 സംസ്ഥാനത്തേക്കുള്ള പ്രധാന എക്സ്പ്രസ് ട്രെയിനുകളെ വലിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്കും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്കും എത്തിയിരുന്നു. ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ ദൂരദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകൾക്ക് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വൈദ്യുതീകരിച്ച പാളങ്ങളിലൂടെ വാപ്പ് 1 കരുത്തുപകർന്നു. മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ ചെന്നൈ സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസ് പോലുള്ള പ്രധാന ട്രെയിനുകൾക്ക് സ്ഥിരമായ കാഴ്ചയായിരുന്നു. ഇത് കേരള യാത്രക്കാരുടെ യാത്രാസമയം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. വാപ്പ് 1ന്റെ വരവോടെ 3800 കുതിരശക്തിയുമായി ട്രെയിനുകൾ കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. രൂപകൽപ്പനയുടെ ആകർഷണീയത. വാപ്പ് 1 എഞ്ചിനുകൾക്ക് അന്നത്തെ ഇന്ത്യൻ റെയിൽവേയുടെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മെലിഞ്ഞ രൂപം എയറോഡൈനാമിക് ഷേപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഫ്ലെക്സിക്കോയിൽ ബോഗീസ് എന്നറിയപ്പെടുന്ന ബോഗികൾ വളവുകളിലും ഉയർന്ന വേഗതയിലും എഞ്ചിന് മികച്ച സ്ഥിരത നൽകി. കേരളത്തിലെ വളവുകൾ നിറഞ്ഞ പാതകളിലും ഈ ഗുണങ്ങൾ സഹായകമായി. ചില വാപ്പ് 1 യൂണിറ്റുകൾക്ക് അക്കാലത്ത് നൽകിയിരുന്ന രാജധാനി ലിവറി എന്ന ചുവപ്പ്, നീലമഞ്ഞ വർണ്ണസംയോജനം തീവണ്ടി പ്രേമികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. ഈ ആകർഷകമായ വർണ്ണക്കുപ്പായമിട്ട വാപ്പ് 1 എഞ്ചിനുകൾ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹബ്ബുകളായ ആർക്കോണം, ഈറോഡ് തുടങ്ങിയ ഷെഡുകളുടെ അഭിമാനമായിരുന്നു. കേരളത്തിന്റെ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിലേക്ക് വാപ്പ് 1 കടന്നുവരുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ പ്രൗഢമായ കാഴ്ചയായിരുന്നു. ഒരു പൈതൃകത്തിന്റെ തുടർച്ച. വാപ്പ് 1 എഞ്ചിൻ ഒരു തുടക്കം മാത്രമായിരുന്നു. അതിന്റെ രൂപകൽപ്പനയിൽ നിന്ന് കൂടുതൽ ശക്തമായ വാപ്പ് 4 ലോക്കോമോട്ടീവ് പിറവിയെടുത്തു. പിന്നീട് ആധുനിക സാങ്കേതികവിദ്യയുടെ കരുത്തുമായി വാപ്പ് 7 പോലുള്ള എഞ്ചിനുകൾ കടന്നുവന്നു.
കേരളത്തിലെ എല്ലാ പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇപ്പോൾ കരുത്തു പകരുന്നത് ഈ പിൻഗാമികളാണ്. എന്നാൽ കേരളത്തിലെ റെയിൽ യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് ഇലക്ട്രിക് ട്രാക്ഷനിലേക്കുള്ള മാറ്റത്തിനും അടിത്തറയിട്ടത് വാപ്പ് 1 ആയിരുന്നു എന്നതിൽ സംശയമില്ല. ഇന്ന് ഈ എഞ്ചിനുകൾ സർവീസിൽ നിന്ന് പതിയെ പിൻവാങ്ങുകയാണെങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ ഈ ആദ്യത്തെ വേഗരാജാവിന്റെ ഓർമ്മകൾ ഇന്നും തീവണ്ടിപ്രേമികളുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയയായി അവശേഷിക്കുന്നു. ഈ ചരിത്രപരമായ മാറ്റങ്ങളുടെ വെളിച്ചത്തിൽ വാപ്പ് 1 ലോക്കോമോട്ടീവ് ഇന്ത്യൻ റെയിൽവേയുടെ മാത്രമല്ല, കേരളത്തിന്റെ റെയിൽ യാത്രയുടെ ഗതി മാറ്റിയ ഒരു പ്രതീകം കൂടിയാണ്.